നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2008 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ ഈ വർഷങ്ങൾക്കിടയിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ, അതായത് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കയറും മുമ്പ് പ്രിയപ്പെട്ടവരോട് ചെറിയൊരു അപേക്ഷയുണ്ട്. നമ്മുടെ ചാനൽ ചെറിയ ചാനലാണ്, കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, വളരെയധികം സന്തോഷം. അതുകൊണ്ട് തന്നെ കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദയവായി സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2008 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ ചിത്രം അണ്ണൻ തമ്പി അൻവർ റഷീദ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി ചിത്രമാണ്. ഇതേ 2008 തന്നെ 2020 എന്ന അമ്മ അസോസിയേഷൻ നിർമ്മിച്ച ചിത്രവും ഫസ്റ്റ് ഡേ വലിയ രീതിയിൽ കളക്ഷൻ നേടിയിരുന്നു. 2009 ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ ചിത്രം പഴശ്ശിരാജ എന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത് തിരക്കഥ എഴുതി മമ്മൂക്ക നായകനായ ഒരു ചിത്രമായിരുന്നു. ഈ ചിത്രം കേരളത്തിൽ ഫസ്റ്റ് ദിവസം റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം വലിയ രീതിയിൽ കളക്ഷൻ നേടിയിരുന്നു. 2012 ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് കാസിനോവ എന്ന ചിത്രമാണ്. കാസിനോവ എന്ന ചിത്രം വലിയൊരു പരാജയമാണെങ്കിൽ പോലും അതിൻ്റെ പ്രൊമോഷനും മറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ആദ്യ ദിവസം വലിയ രീതിയിലുള്ള റഷ് ഈ ചിത്രത്തിനുണ്ടായിരുന്നു. ഏതായാലും 2012 ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ കാസിനോവ ആയിരുന്നു. കാസിനോവയുടെ ഈ റെക്കോർഡ് തകർക്കുന്ന 2015 മറ്റൊരു ലാലേട്ടൻ ചിത്രമായ ലോഹം എന്ന ചിത്രമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ, വലിയ രീതിയിലുള്ള ഹൈപ്പ്, അന്നത്തെ കാലത്ത് രഞ്ജിത്ത് എന്ന സംവിധായകന്റെ വലിയ രീതിയിലുള്ള ഗുഡ് വില്ലൊക്കെ ഈ ചിത്രത്തെ വലിയൊരു ഹൈപ്പിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ 2015 ഈ ചിത്രം ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഡേ വലിയ രീതിയിലുള്ള കളക്ഷൻ ആയിരുന്നു നേടിയിരുന്നത്. തുടർന്ന് അത് താഴേക്ക് വരികയും ചിത്രം പരാജയമായില്ലെങ്കിൽ പോലും പ്രൊമോഷൻ അനുസരിച്ചുള്ള ഒരു വിജയമൊന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോഹം എന്ന ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല. ലോഹം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ റെക്കോർഡിന് അധികം ആയുസില്ലായിരുന്നു. ഇതേ 2015 തന്നെ ചാർലി എന്ന ദുൽഖർ സൽമാൻ ചിത്രം എത്തുകയുണ്ടായി. ഈ ചിത്രത്തിന്റെ വരവോടെ ലോഹം എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് പഴയ കഥയായി. ചാർലി എന്ന ചിത്രം വലിയ ഹൈപ്പിൽ വന്നതാണ്, വലിയ ഹിറ്റുമായതാണ്. ഫസ്റ്റ് ഡേ തന്നെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ അന്നത്തെ കാലത്ത് 2015 ചാർലി ബോക്സ് ഓഫീസിൽ നേടിയെടുത്തു. ചാർലിയുടെ 2015 ഈ റെക്കോർഡ് പിന്നീട് ബ്രേക്ക് ചെയ്യുന്നത് മറ്റൊരു ദുൽഖർ സൽമാൻ ചിത്രമായ 2016 ഇറങ്ങിയ കലി എന്ന ചിത്രമാണ്. ചാർലിയെ പോലെ വലിയൊരു വിജയമായില്ലെങ്കിൽ പോലും കലി എന്ന ചിത്രത്തിന്റെ ഹൈപ്പ് കാരണം ആദ്യ ദിവസം വലിയ രീതിയിലുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കലി എന്ന ചിത്രം നേടിയത്. പിന്നീട് അത്രക്ക് വലിയൊരു വിജയമായില്ലെങ്കിൽ പോലും ഒരു അബോ ആവറേജ് ഹിറ്റായി കലി മാറുകയും ചെയ്തു. എന്നാൽ കലി എന്ന ചിത്രത്തിന്റെ റെക്കോർഡിനും വലിയ ദീർഘമായ ആയുസില്ലായിരുന്നു. അതേ വർഷം തന്നെ മമ്മൂട്ടി നായകനായി നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ റെക്കോർഡ് ചരിത്രം മാറ്റി എഴുതി. വലിയ ഹൈപ്പിൽ വന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് കസബ എന്ന ചിത്രം. എന്നാൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പിന്തുണയും സപ്പോർട്ടും ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ ചിത്രത്തിനുണ്ടായിരുന്നു. ഏതായാലും കസബ എന്ന ചിത്രം 2016 തന്നെ ഇറങ്ങി വലിയ രീതിയിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തി. എന്നാൽ കസബ എന്ന ചിത്രത്തിനും അധികം ആയുസില്ലായിരുന്നു. 2016 അതേ വർഷം തന്നെ ഇറങ്ങിയ പുലിമുരുകൻ എന്ന ലാലേട്ടൻ ചിത്രം മറികടന്നു. പുലിമുരുകൻ വലിയ ഹൈപ്പിൽ വന്ന ചിത്രമാണ്, വലിയ വിജയമായ ചിത്രമാണ്. കേരളത്തിൽ ആദ്യമായി 100 കോടി നേടിയ ചിത്രമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചിത്രമാണ് പുലിമുരുകൻ. ഏതായാലും ഫസ്റ്റ് ഡേ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ പുലിമുരുകൻ നേടിയെടുത്തോടെ, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് കൊണ്ടായിരിക്കണം ഫസ്റ്റ് ഡേ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ രീതിയിലുള്ള കളക്ഷൻ പുലിമുരുകൻ നേടുകയുണ്ടായി. പുലിമുരുകന്റെ റെക്കോർഡ് തകർക്കുന്നത് പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ മറ്റൊരു ചിത്രമായ ഒടിയൻ എന്ന ചിത്രമാണ്. നമുക്കറിയാം, പ്രമോഷൻ ഏറ്റവും പീക്കിൽ, മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും പീക്ക് ലെവൽ പ്രൊമോഷൻ വന്ന ഒരു ചിത്രമാണ് ഒടിയൻ. ആ ചിത്രത്തിന് ഫസ്റ്റ് ഡേക്ക് ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. വലിയ രീതിയിലുള്ളൊരു പരാജയം കേരള ബോക്സ് ഓഫീസിൽ ഒടിയൻ നേരിടുകയുണ്ടായി. എന്നാൽ വലിയ രീതിയിലുള്ള ഹൈപ്പും മാർക്കറ്റിങ്ങും പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷ ഉള്ളത് കൊണ്ടായിരിക്കണം
ഒരു ഹർത്താൽ ദിവസം, ബന്ദ് ദിവസമാണ് കേരള ബോക്സ് ഓഫീസിൽ ഒടിയൻ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള കളക്ഷൻ, അതായത് ഏതാണ്ട് 7 കോടിക്കടുത്ത് കളക്ഷൻ ആ കാലങ്ങളിൽ 2018 ഒടിയൻ എന്ന ചിത്രം നേടുകയുണ്ടായി. ഒടിയൻ എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് തകർക്കുന്നത് പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലാലേട്ടൻ ചിത്രമായ എമ്പുരാൻ എന്ന ചിത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ, വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത ഈ ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 16 കോടി രൂപയാണ്. പിന്നീട് വലിയ ഹിറ്റായി മാറിയ ഈ ചിത്രം വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചു എന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. എന്തായാലും 2018 ഒടിയനിട്ട റെക്കോർഡ് പൊട്ടിക്കാൻ 7 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ദയവായി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ നിലവിലത്തെ റെക്കോർഡ് ആര് തകർക്കുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.